നിർണായക പുടിൻ ട്രംപ് ചർച്ച അല്പസമയത്തിനകം അലാസ്കയിൽ. യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ എന്ത് തീരുമാനമുണ്ടാകുമെന്ന് ഉറ്റുനോക്കുകയാണ് ലോകം. ഒരുപാട് ജീവനുകൾ രക്ഷിക്കാനാണ് ഈ യാത്ര എന്നായിരുന്നു അലാസ്കയിലേക്ക് പുറപ്പെടും മുൻപുള്ള ട്രംപിന്റെ പ്രതികരണം. സായ്കുമാർ നൽകും വിശദാംശങ്ങൾ. സായ്കുമാർ, ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ് അലാസ്കയിലേക്ക്. അലാസ്കയും ഏറെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ചർച്ച നടക്കുന്ന സ്ഥലം കൂടി പ്രധാനപ്പെട്ടതെന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഒപ്പം ഈ യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ എന്ത് തീരുമാനം, അത് തന്നെയാണ് ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ യാത്ര പുറപ്പെടുന്നതിന് മുൻപ് ട്രംപിന്റെ ഒരു പ്രതികരണം കൂടി വന്നിരുന്നു അല്ലേ? തീർച്ചയായും ശ്രുതി, ലോകം ഉറ്റുനോക്കുകയാണ് അലാസ്കയിലേക്ക്. മുൻപ് റഷ്യയുടെ കൈവശമുണ്ടായിരുന്ന, പിന്നീട് അമേരിക്ക സ്വന്തമാക്കിയ ആ സ്ഥലത്തേക്ക് ഒരിക്കൽ കൂടി പുടിൻ വരുമ്പോൾ അത് ലോകം തന്നെ, ലോക സമാധാനം ആഗ്രഹിക്കുന്ന ആളുകൾ, കഴിഞ്ഞ 3 വർഷമായി തുടരുന്ന യുക്രൈൻ റഷ്യ യുദ്ധത്തിന് ഒരു അന്ത്യം ഉണ്ടാകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഡൊണാൾഡ് ട്രംപും പുടിനും അല്പസമയത്തിനകം തന്നെ അലാസ്കയിൽ ഈ ചർച്ച ആരംഭിക്കും. ഇന്ത്യൻ സമയം 1 മണിക്കാണ് ആ ചർച്ച ആരംഭിക്കുക. ദൈർഘ്യമേറിയ ഒരു ചർച്ചയായിരിക്കുമെന്ന സൂചനകളാണ് ഇപ്പോൾ വരുന്നത്. പക്ഷേ ട്രംപാണ് ചർച്ചയുടെ ഒരു ഭാഗത്ത്. എത്ര സമയം ഈ ചർച്ച പോകും, അത് അലസിപ്പിരിയുമോ അതോ തീരുമാനങ്ങൾ എടുക്കാൻ ദീർഘിക്കുന്ന ഒരു ചർച്ചയായി മാറുമോ എന്നൊക്കെയാണ് ലോകം ഉറ്റുനോക്കുന്നത്. എന്തായാലും ഈ ചർച്ചയ്ക്കായി വിമാനം കയറുന്നതിന് മുൻപ് ട്രംപ് പറഞ്ഞ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ, താൻ ഏതെങ്കിലും തരത്തിൽ ആളുകളെ രക്ഷിക്കാൻ വേണ്ടി പോവുകയല്ല, ചർച്ചയുടെ ഒരു ടേബിൾ ഇരു രാജ്യങ്ങൾക്കിടയിൽ ഒരുക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് തനിക്കുള്ളത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതോടൊപ്പം റഷ്യയുടെ ഒരു വെല്ലുവിളിയുടെ സ്വരം കൂടി ഉണ്ടായിരുന്നു. ഇന്ന് ഈ ചർച്ചയ്ക്ക് മുമ്പ് യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ കനത്ത തിരിച്ചടി ഉണ്ടാകും എന്നാണ് നേരത്തെ ട്രംപ് പറഞ്ഞിരുന്നത്. ഒരുപക്ഷെ തീരുവയടക്കമുള്ള കാര്യങ്ങളിൽ റഷ്യയ്ക്ക് മേൽ അധിക ഉപരോധമൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതായത് ഈ ചർച്ചയുടെ റിസൾട്ട് എന്താകും എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യക്കടക്കം അത് നിർണായകമാണ്. കാരണം റഷ്യയുമായി എണ്ണ വ്യാപാരത്തിലടക്കം ബന്ധമുണ്ടാക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇന്ത്യക്ക് മേലൊക്കെ അധിക ഉപരോധം ട്രംപ് ഏർപ്പെടുത്തിയത്. ഇന്നിപ്പോൾ റഷ്യയും അമേരിക്കയും ഒരു ചർച്ചയിൽ കിരിക്കുമ്പോൾ അവിടെ വരുന്ന തീരുമാനങ്ങൾ ചർച്ച അലസിപ്പിരിക്കുകയാണെങ്കിൽ ആ ബന്ധം കൂടുതൽ വഷളായാൽ അതൊരു പക്ഷേ ഇന്ത്യക്കുമേലും കൂടി ഒരു സമ്മർദ്ദം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ എല്ലാ രാജ്യങ്ങളും ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ് എന്ത് തീരുമാനമാണ് ഈ ചർച്ചയിൽ വരാൻ പോകുന്നത് എന്നുള്ളത്. എന്തായാലും 1 മണിക്കൂറിനകം ആ നിർണായകമായിട്ടുള്ള ചർച്ച ആരംഭിക്കും. സായി, അത് തന്നെയാണ് 1 മണിക്ക് ശേഷം അല്ലെങ്കിൽ 1 മണിക്കൂറിന് ശേഷം ഒരു ചർച്ച ആരംഭിക്കും. ഇത് മണിക്കൂറുകൾ നീളും എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ കേട്ടിരുന്നു. പക്ഷേ ഈ ചർച്ചയുടെ തുടക്കം തന്നെ അത് വിപരീത ഫലത്തിലേക്കാണ് പോകുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ നിർത്തുമെന്നടക്കമുള്ള റിപ്പോർട്ടുകൾ ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്ന തരത്തിലടക്കം കേൾക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഒരു സാധ്യതകൾ, ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് അടക്കം ഈ ചർച്ചയ്ക്ക് മുന്നോടിയായി ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോൾ അതിന്റെ ഒരു സാധ്യതകൾ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധരൊക്കെ ചൂണ്ടിക്കാട്ടുന്നത്? തീർച്ചയായും അങ്ങനെ ഏതെങ്കിലും ഒരു ഭീഷണിക്ക് വഴങ്ങി യുദ്ധം അവസാനിപ്പിക്കുന്ന ഒരു രാജ്യമല്ല റഷ്യ. അമേരിക്കയെ പോലെ തന്നെ ഒരു വൻശക്തി രാജ്യമാണ്. അമേരിക്കയ്ക്കുള്ളതുപോലെ തന്നെ, അല്ലെങ്കിൽ റഷ്യക്ക് മറ്റ് അമേരിക്ക വിരുദ്ധ ചേരിയുടെ ഒരു പിന്തുണയൊക്കെ റഷ്യക്ക് ഉണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലൊരു ഭീഷണിപ്പെടുത്തി റഷ്യയെ യുദ്ധത്തിൽ നിന്ന് പിൻവലിപ്പിക്കാം എന്ന് പുടിൻ കരുതുന്നുണ്ടെങ്കിൽ അത് മണ്ടത്തരം എന്ന് മാത്രമേ കരുതാൻ കഴിയൂ എന്നുള്ളതാണ് വിദഗ്ധരൊക്കെ പറയുന്നത്. ഒരു സമവായത്തിൻ്റെ പാത, ഒരു ചർച്ചയുടെ സാധ്യതയെങ്കിലും ഈ കൂടിക്കാഴ്ച തുറന്നിടുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഈ യുക്രൈനും റഷ്യയും ഇതിൽ നിന്ന് പിന്മാറണമെങ്കിൽ ഇരു രാജ്യങ്ങളും നഷ്ടം സഹിക്കേണ്ടി വരും. അത് കൃത്യമായി ട്രംപിനും അറിയാം, പുടിനും അറിയാം, വ്ളാഡിമിർ സെലൻസ്കിക്കും അറിയാം. അങ്ങനെ നഷ്ടം സഹിച്ചുകൊണ്ടുള്ള ഒരു പിന്മാറ്റത്തിന് ഈ 2 നേതാക്കളും, പുടിനും വ്ളാഡിമിർ സെലൻസ്കിയും തയ്യാറാകുമോ എന്നുള്ളതാണ് ഏറെ പ്രധാനം. അക്കാര്യത്തിൽ അമേരിക്കയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. അല്ലാതെ ഏതെങ്കിലും തരത്തിൽ ഭീഷണിപ്പെടുത്തി ഇത്തരം ഉപരോധം ഏർപ്പെടുത്തും, അല്ലെങ്കിൽ അത് തിരിച്ചടികൾ വലുതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഭീഷണിപ്പെടുത്തി റഷ്യയെ പിൻവലിപ്പിക്കാം എന്ന് നമ്മൾ കരുതുന്നില്ല. പക്ഷെ ഒരു ചർച്ചയുടെ ടേബിൾ ഒരുക്കാൻ ട്രംപിന് കഴിയുകയാണെങ്കിൽ അത് ഈ ചർച്ചയുടെ വിജയമായിരിക്കും. എന്തായാലും എന്തൊക്കെയായിരിക്കും ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ചയാവുക, തീരുമാനങ്ങളിലേക്ക് എത്തുക എന്നുള്ളത് പ്രധാനമാണ്. 1 മണിക്കൂറിനകം ആ ചർച്ച അലാസ്കയിൽ ആരംഭിക്കും. തീർച്ചയായിട്ടും എന്തായാലും ഏറെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു ചർച്ച തന്നെയാണ് അലാസ്കയിൽ നടക്കാൻ പോകുന്നത്. പുടിൻ ട്രംപ് ചർച്ച അല്പസമയത്തിനകം അലാസ്കയിൽ ആരംഭിക്കുമെന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. സായ്കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്.